Hi students, today onwards we will study peripheral devices. Peripheral devices means peripheral to the processor. Processor വെളിയിലുള്ള devices. Normally these devices are used for interfacing input-output devices or other devices. അപ്പം മറ്റുള്ള ഡിവൈസസിനെ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സറിനും ഡിവൈസസിനും ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന ICസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഇൻ്റർഫേസിങ് ഡിവൈസസ് എന്ന് പറയുന്നത്. പെരിഫറൽ ഡിവൈസസ് പെരിഫറൽ ഡിവൈസസിലും ഇൻ്റർഫേസിങ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 3 ഇൻ്റർഫേസിങ് ഡിവൈസസാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ പെരിഫറൽ ഡിവൈസസാണ് നമുക്ക് പഠിക്കാനുള്ളത്. 8255, 8254 or 8253, പിന്നെ DMA കൺട്രോളർ 8237 or 57. അപ്പോൾ ഇത്രയും ഡിവൈസസാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് പഠിക്കാനുള്ളത്. അതായത് ഫസ്റ്റ് വൺ വെച്ച് 8255. ഞങ്ങളിതിന് സെമിനാർ എടുക്കുന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നത് കേട്ടത് മൈക്രോ പ്രോസസ്സർ എന്ന് പറഞ്ഞിട്ടാണ്. 8255 എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് മാത്രമാണ്, അതൊരു മൈക്രോ പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. മൈക്രോ പ്രോസസ്സറിൻ്റെ ഗുണങ്ങളില്ലാത്ത വേറൊരു പ്രോസസ്സർ കൺട്രോൾ ചെയ്യേണ്ട ഒരു ഡിവൈസസാണ് ആക്ച്വലി എന്ത് 8255 എന്ന് പറഞ്ഞാൽ. വേറൊരു മൈക്രോ പ്രോസസ്സർ കൺട്രോൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സറാണ് ആക്ച്വലി എന്ത് 8255 തന്നെ. ഈ ഇൻ്റർഫേസിങ് ഡിവൈസസിന് ഒരൊറ്റ ഫംഗ്ഷൻസേ ഉള്ളൂ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സറായിരിക്കും നോർമലി, അല്ലെങ്കിൽ ഡിവൈസസ് ആയിരിക്കും നോർമലി. ആ ഡിവൈസസിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും ആക്ച്വലി മൈക്രോ പ്രോസസ്സറായിരിക്കും. ഫോർ എക്സാമ്പിൾ 8255 എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ്. പാരലൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പെരിഫറൽ ഐസിയാണ് എന്ത് 8255 എന്ന് പറഞ്ഞാൽ. അപ്പം പാരലൽ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി 8255 പെർഫോം ചെയ്യാൻ 8085 പെർഫോം ചെയ്യാൻ പറ്റും. ബട്ട് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ പാരലൽ കമ്മ്യൂണിക്കേഷൻ 8085 പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ ഓപ്പറേഷൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, 8255 യൂസ് ചെയ്തിട്ട് 8255 യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8085 മൈക്രോ പ്രോസസ്സർ ഇനീഷ്യേറ്റ് ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യും, പിന്നെ ആര് ഹാൻഡിൽ ചെയ്തോളും 8255 കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഡിവൈസസിനും ആക്ച്വൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിനും പ്രോസസ്സറിനും ഇടയ്ക്കുള്ള ഇൻ്റർഫേസിങ് ഡിവൈസായിട്ടാണ് ആക്ച്വലി എന്ത് യൂസ് ചെയ്യുന്നത്, പെരിഫറൽ ഡിവൈസസ് യൂസ് ചെയ്യുന്നത്, പെരിഫറൽ ഇൻ്റർഫേസിങ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 8255 എന്ന് പറഞ്ഞാൽ 8255 ഈസ് വൈഡ്ലി യൂസ്ഡ് പ്രോഗ്രാമബിൾ പാരലൽ IO. പാരലൽ IO എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ കമ്മ്യൂണിക്കേഷൻ പെർഫോം ചെയ്യാം, സീരിയൽ ആൻഡ് പാരലൽ. പാരലൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു 8 ബിറ്റ് മിനിമം ഒരു 8 ബിറ്റ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. സീരിയൽ ആണെങ്കിലോ 8 ബിറ്റ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 8 ബിറ്റായിട്ട് ഒരു സിംഗിൾ ലൈൻ വഴി എന്ത് ചെയ്യണം, സെൻഡ് ചെയ്യണം. ഒരു 8 ബിറ്റ് പാരലൽ കമ്മ്യൂണിക്കേഷൻ വഴി സെൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലോ അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ സെക്കൻഡ്സ് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരലൽ കമ്മ്യൂണിക്കേഷനകത്ത് നമുക്ക് ഡാറ്റ സെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം പാരലൽ കമ്മ്യൂണിക്കേഷൻ അഡ്വാൻറ്റേജ് അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഹൈ സ്പീഡ് ആയിരിക്കും, പക്ഷേ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കുറേ വയേഴ്സ് വേണം, കൺട്രോൾ ചെയ്യാൻ കുറച്ച് സർക്യൂട്ട് വേണം. സീരിയൽ കമ്മ്യൂണിക്കേഷനകത്ത് അതേപോലെ തന്നെയാണ്. പക്ഷേ സീരിയൽ കമ്മ്യൂണിക്കേഷനകത്ത് എന്തായിരിക്കും, സ്ലോവറാണ്, പക്ഷേ ലിമിറ്റഡ് നമ്പർ ഓഫ് റിസോഴ്സസ് മതി. നമുക്ക് ഒരു സിംഗിൾ വയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്മിഷൻ പോസിബിളാണ്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ചില സമയത്ത് നമുക്ക് പിന്നെ നമ്മൾ പാരലൽ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യും. മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ 8255 യൂസ് ചെയ്യുന്നത് പാരലൽ കമ്മ്യൂണിക്കേഷൻ 8085 അല്ലെങ്കിൽ അതുപോലെ 8086 എന്ന് പറഞ്ഞ പ്രോസസ്സർ, 8088 എന്ന് പറഞ്ഞ പ്രോസസ്സറിനൊക്കെ പാരലൽ പ്രോഗ്രാമബിൾ പാരലൽ IO ഡിവൈസായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ 8255 യൂസ് ചെയ്യുന്നത്. 8255 ഹാസ് 24 IO ലൈൻസ്. ഇത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നത് ത്രൂ നമ്മൾ പറയാം. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡാറ്റ സെൻഡ് ചെയ്യുന്ന ആ വയേഴ്സിനെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് വയേഴ്സിനെ നമ്മൾ പറയാം ആ രജിസ്റ്റേഴ്സ് വഴിയാണ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ രജിസ്റ്റർ എന്ന് സ്പെസിഫൈ ചെയ്യില്ല, അതിന് പോർട്ട് എന്ന് പറയാം, IO പോർട്ട്സ് എന്ന് പറയാം. IO പോർട്ട്സ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്ന ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുക റിസീവിങ് ചെയ്യുന്ന ആ ഒരു പാത്തിനാണ് നമുക്ക് പറയാൻ പറ്റില്ല, ആ രജിസ്റ്ററോ തന്നെയാണ് ആക്ച്വലി നമ്മൾ എന്താ പറയുന്നത് ഇവിടെ പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 8255-നകത്താണെന്നുണ്ടെങ്കിൽ 24 IO ലൈൻസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ഡെഡിക്കേറ്റഡ്
പാരലൽ IO ട്രാൻസ്മിഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അത് തന്നെ നമുക്ക് പോർട്ട് A, പോർട്ട് B ആൻഡ് പോർട്ട് C എന്ന് പറഞ്ഞിട്ട് 3 8-bit പോർട്ടായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ 3 8-bit രജിസ്റ്റർ ആയിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ രജിസ്റ്റർ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യില്ല പറഞ്ഞു. നമ്മളിവിടെ എന്താണെന്നേ പറയുള്ളൂ, പോർട്ട് എന്നേ പറയുള്ളൂ. അപ്പം 8255 ഹാസ് 24 IO lines pin that can be grouped primarily into 8-bit parallel ports. Port A, Port B and remaining 8 bits are Port C. അതിനകത്ത് പോർട്ട് A 8-bit ആയിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, പോർട്ട് B 8-bit ആയിട്ടേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് പോർട്ട് C can be divided into 2 4-bit ports, പോർട്ട് C upper and പോർട്ട് C lower. പോർട്ട് സിനെ മാത്രം നമുക്ക്, പോർട്ട് സിക്ക് മാത്രം ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അതിന് നമുക്ക് പോർട്ട് C അപ്പറിനും പോർട്ട് C ലോവറിനും പറഞ്ഞിട്ട് നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. എനിവേ അതൊരു സിംഗിൾ 8-bit പോർട്ടായിട്ടും യൂസ് ചെയ്യാം, 2 4-bit പോർട്ടായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. പോർട്ട് C അപ്പർ ആൻഡ് പോർട്ട് C ലോവർ. പക്ഷേ A and B പോർട്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല, 4-bit പോർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. 4-bit പോർട്ട് എന്ന് പറഞ്ഞ സാധനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് മാത്രമാണ്, പോർട്ട് സിക്കകത്ത് മാത്രമാണ്. ഇനി ഇതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ 8255 നമുക്ക് അതിൻ്റെ വർക്കിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് മെയിനായിട്ട് രണ്ട് മോഡ്സ് ഓഫ് ഓപ്പറേഷനാണ് 8255 ഒന്ന് BSR മോഡ്, ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് IO മോഡ്. ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്പെഷ്യലി ഡിസൈൻ ഫോർ പോർട്ട് C. പോർട്ട് സിക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡാണ് എന്ത്, ബിറ്റ് സെറ്റ് റീസെറ്റ്. ബിറ്റിന് നമുക്ക് അതിനകത്ത് പേരിനകത്ത് തന്നെ മനസ്സിലാവും, ആ മോഡിൻ്റെ പേരിനകത്ത് തന്നെ മനസ്സിലാവും. പോർട്ട് സിയിലുള്ള ഓരോ ബിറ്റിനെയും നമുക്ക് സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും പറ്റും. സെറ്റ് ചെയ്യാൻ മീൻസ് 1 ആക്കാൻ പറ്റും, റീസെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 0 ആക്കാൻ പറ്റും. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ പിൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോർട്ട് സിയിലെ ഇൻഡിവിജ്വൽ പിൻസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0യും 1ഉം ആക്കാൻ പറ്റും. ആ മോഡ് ഓഫ് ഓപ്പറേഷനാണ് നമ്മൾ എന്താ പറയുന്നത്, BSR മോഡ് എന്നാണ്. IO മോഡ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഡാറ്റയുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി, അതായത് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആ IO മോഡ് തന്നെ അഗെയിൻ ഡിവൈഡ് ഇൻ ടു മോഡ് 0, മോഡ് 1 ആൻഡ് മോഡ് 2 എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ മോഡ് 0 ഓൾ പോർട്ട്സ് ആർ ഫങ്ഷൻ ആസ് സിമ്പിൾ IO പോർട്ട്സ് ആൻഡ് മോഡ് 1 is a handshake mode whereby port A and port B are used as communication port, and port C is used as handshake signal for the port A and port B. മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. പോർട്ട് എയും പോർട്ട് ബിയും ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നലായിട്ട്, ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഡാറ്റ സെൻഡ് ചെയ്ത് ട്രാൻസ്മിറ്റർ സെൻഡ് ചെയ്യുന്നു, റിസീവർ അത് എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്തു. അപ്പോൾ അങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിസീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ട്രാൻസ്മിറ്റർ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കും. അതായത് ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിഗ്നൽ നമ്മൾ ആദ്യം സെൻഡ് ചെയ്യും, ഒരു സ്ട്രോബ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിഗ്നൽ സെൻഡ് ചെയ്യും. അത് ഡാറ്റയ്ക്ക് പുറത്തുള്ളൊരു സിഗ്നൽ. അപ്പോൾ 8-bit ഡാറ്റയാണെന്നുണ്ടെങ്കിൽ ഒരു 9th ബിൻ നമ്മൾ സ്ട്രോബ് എന്ന് പറഞ്ഞൊരു ലൈനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ സ്ട്രോബ് എന്ന് പറഞ്ഞൊരു സിഗ്നൽ ട്രാൻസ്മിറ്റർ റിസീവറിനകത്തേക്ക് സെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസീവറിന് എന്ത് മനസ്സിലാവും, ഒരു ഡാറ്റ അവിടുന്ന് സെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവും. അപ്പം റിസീവർ എന്ത് ചെയ്യും, 8-bit ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിൽക്കും. അത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതെന്ത് ചെയ്യും, ഒരു അക്നോളജ് തന്നെ ഒരു സിഗ്നൽ എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യും, റിസീവറിന് സെൻഡ് ചെയ്യും. അപ്പം റിസീവർ എന്ത് പ്രോപ്പറായിട്ട് ആ ഡാറ്റ റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ ഡാറ്റയും ബാക്കിയുള്ള 2 സിഗ്നലിനെ നമ്മൾ എന്ത് പറയും, അക്നോളജ് സിഗ്നൽ എന്ന് പറയും. അപ്പം കമ്മ്യൂണിക്കേഷന് ഹെൽപ്പ് ചെയ്യുന്ന സിഗ്നലാണ് ആക്ച്വലി എന്ത് ചെയ്യുക, ആ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽ. അപ്പോൾ ഇവിടെ നമുക്ക് മോഡ് 1-നകത്ത് പോർട്ട് എയും പോർട്ട് ബിയും നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോർട്ട് സിയിലെ ബിറ്റ്സ് നമ്മൾ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നലായിട്ട് എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഇൻ മോഡ് 2 port A can be set up bidirectional data transfer using handshake signals from port C, and port B can be set up by the mode 0 and mode 1. അപ്പോൾ മോഡ് 2-നകത്താണെന്നുണ്ടെങ്കിൽ പോർട്ട് A ബൈഡയറക്ഷണൽ പോർട്ടായിട്ടാണ് യൂസ് ചെയ്യാൻ പറ്റുക. മറ്റത് ഒരു ഡയറക്ഷനിൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവും. വൺസ് അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോഡ് 1-നകത്ത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻപുട്ട് പോർട്ടായിട്ടോ ഔട്ട്പുട്ട് പോർട്ടായിട്ടോ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻപുട്ട് പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, 8255-നകത്ത് വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് നമുക്ക് ഡാറ്റ റിസീവ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന പിൻസിനാണ് നമ്മൾ ഇൻപുട്ട് പോർട്ട് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ വേൾഡിലേക്ക് ഡാറ്റ ഔട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, ഔട്ട്പുട്ട് പോർട്ട് എന്ന് പറയും. ഓക്കെ, അപ്പം
ഇൻപുട്ട് പോർട്ടും ഔട്ട്പുട്ട് പോർട്ടും ആയിട്ട് ഏതെങ്കിലും ഒന്നായിട്ട് കോൺഫിഗർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ ദി കേസ് ഓഫ് മോഡ് 2 ദി പോർട്ട് ക്യാൻ ബി കോൺഫിഗർഡ് ആസ് എ ബൈഡയറക്ഷണൽ പോർട്ട്. അത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരുമിച്ച് നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ആൻഡ് ദി സെയിം ടൈം പോർട്ട് സി ഈസ് യൂസ്ഡ് ആസ് എ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽ. അപ്പോൾ പോർട്ട് സി ഈ പോർട്ട് എക്ക് വേണ്ടിയിട്ടുള്ള ഹാൻഡ് ഷേക്കിംഗ് സിഗ്നലായിട്ട് യൂസ് ചെയ്യും. ഇനി പോർട്ട് ബി വെറുതെ ഇരിക്കുകയാണ്. ആ പോർട്ട് ബിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോഡ് 0 മോഡ് 1 എന്ത് ചെയ്യാൻ പറ്റും? കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 8255 എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമബിൾ പെരിഫറൽ ഇൻ്റർഫേസ് ആണ്. അതെങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്, ആ പ്രോഗ്രാം അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ പാരലൽ കമ്മ്യൂണിക്കേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇത് രണ്ട് വർക്കിംഗ് മോഡ് ഉണ്ട് ഇതിന്. ഒന്ന് BSR മോഡ് ആൻഡ് IO മോഡ്. BSR മോഡ് എന്ന് പറഞ്ഞാൽ ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ്. IO മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മോഡ്. IO മോഡ് ഈസ് അഗൈൻ ഡിവൈഡഡ് ഇൻ ടു മോഡ് 0, മോഡ് 1 ആൻഡ് മോഡ് 2. മോഡ് 0-നകത്ത് പോർട്ട് എ പോർട്ട് ബി നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? പോർട്ട് സി നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ IO ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. മോഡ് 1-നകത്താണെങ്കിൽ പോർട്ട് എയും പോർട്ട് ബിയും നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും? IO ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് പോർട്ട് സി ഈസ് യൂസ്ഡ് ആസ് സിഗ്നൽസ് ഇൻ പോർട്ട് സി ഈസ് യൂസ്ഡ് ആസ് എ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽ. ആൻഡ് മോഡ് 2-ലാണെങ്കിലോ പോർട്ട് എയിൽ നിന്ന് സാധനം ബൈഡയറക്ഷണൽ ഡാറ്റ പോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പോർട്ട് സി പോർട്ട് എക്ക് വേണ്ടിയിട്ടുള്ള ഹാൻഡ് ഷേക്കിംഗ് സിഗ്നലായിട്ടും ആൻഡ് പോർട്ട് ബിനെ നമുക്ക് മോഡ് 0 മോഡ് 1 കോൺഫിഗർ ചെയ്യാനും പറ്റും. ഇനി ബ്ലോക്ക് ഡയഗ്രം നോക്കാം നമുക്ക് എന്തൊക്കെയാണ്. ബ്ലോക്ക് ഡയഗ്രം ഇതാണ് ആക്ച്വലി അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് നിങ്ങൾക്ക് കാണാം ഗ്രൂപ്പ് എ, പോർട്ട് എ എന്ന് പറഞ്ഞാൽ 8-bit പോർട്ട് കാണാൻ പറ്റും. ഇതാണ് പോർട്ട് എ. പോർട്ട് സി അപ്പറാണ്. പോർട്ട് ബി ആൻഡ് പോർട്ട് സി ലോവർ. പോർട്ട് സി ലോവർ ആൻഡ് പോർട്ട് ബി. ഇത് നമ്മൾ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് എ എന്നും ഗ്രൂപ്പ് ബി എന്നും. ഗ്രൂപ്പ് എ ഉള്ളതാണ് മേലേക്ക് കാണിച്ചിരിക്കുന്നത്, ഗ്രൂപ്പ് ബി ഉള്ളത് താഴെ കാണിച്ചിരിക്കുന്നത്. ഗ്രൂപ്പിൽ എന്തൊക്കെയാണുള്ളത്? പോർട്ട് സി ലോവറും പോർട്ട് ബിയും. ഗ്രൂപ്പ് എയിലുള്ളതാണെങ്കിലോ പോർട്ട് എയും പോർട്ട് സി അപ്പുറം. അങ്ങനെ രണ്ടായിട്ട് ഗ്രൂപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അത് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഗ്രൂപ്പ് എ കൺട്രോൾ എന്ന് പറയാൻ കണ്ടിട്ടില്ല. ഈ കൺട്രോൾ ഇതിനെ മാത്രമേ കൺട്രോൾ ചെയ്യുള്ളൂ, ഈ രണ്ട് സാധനത്തിനെ മാത്രമേ കൺട്രോൾ ചെയ്യുള്ളൂ. അതായത് പോർട്ട് എനെയും പോർട്ട് സി അപ്പറിനെയും മാത്രമേ കൺട്രോൾ ചെയ്യുള്ളൂ. ഇവിടെ ഗ്രൂപ്പ് ബി എന്ന് പറയുന്ന സാധനം പോർട്ട് ബിനെയും പോർട്ട് സി ലോവറിനെയും മാത്രമേ കൺട്രോൾ ചെയ്യുള്ളൂ. ഇനി ഡാറ്റാ ബസ് എവിടെ നിന്നാണ് വരുന്നത്? 8085-നകത്ത് വരുന്ന ഇൻറ്റേർണൽ ഡാറ്റാ ബസ്സാണ്. അതിൽ ജസ്റ്റ് ഒന്ന് ബഫർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യും. സ്ട്രെങ്തൻ ചെയ്തിട്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ പോർട്ടിനകത്തേക്ക് സെൻഡ് ചെയ്യുള്ളൂ. ഇനി അതിനകത്ത് ഇവിടെ വേറെ കുറച്ച് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് എന്താ നോക്കാം. റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ 8255 എന്ന് പറഞ്ഞാൽ ഒരു 40-pin IC ആണ്. ഇവിടെ കാണുന്നില്ലേ? അതിനകത്ത് 3 8-bit പോർട്ട് ഉണ്ട്. പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി. അപ്പോൾ തന്നെ എത്രയായി? 24 പിൻസ് അതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. 24 പിൻസ് അല്ലേ? VCC ആൻഡ് ഗ്രൗണ്ട് 2 പിൻസ് അതിന് തന്നെ പോകുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനം എന്താണ്? ഈ ഡിവൈസസിനെ കൺട്രോൾ ചെയ്യാനുള്ള സാധനങ്ങളാണ്. എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കി നോക്കുക നിങ്ങൾ. ഒന്ന് ചിപ്പ് സെലക്ട് എന്ന് പറഞ്ഞ സാധനം. ചിപ്പ് സെലക്ട് എന്ന് പറഞ്ഞാൽ ഈ എൻറ്റയർ ഡിവൈസിനെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിപ്പ് സെലക്ഷൻ ഷുഡ് ബി 0. ചിപ്പ് സെലക്ട് എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? 0 ആയിരിക്കണം. ഇനി റീസെറ്റ് എന്ന് പറഞ്ഞ സാധനം, ഈ എൻറ്റയർ ഡിവൈസിനെ റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഡിവൈസസിന്, അതായത് 8085-നോ ആർക്കെങ്കിലും റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് കൊടുത്താൽ മതി? ഒരു 1 കൊടുത്താൽ മതി. എന്നാൽ റീഡ് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ, റീഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 8255-നകത്തേക്ക് വാല്യൂ റീഡ് ചെയ്തെടുക്കാനാണെങ്കിൽ, ഇങ്ങോട്ടേക്ക് റീഡ് ചെയ്തെടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ റീഡ് ബാർ എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് കൊടുക്കണം? ഇവിടെ ഒരു ലോ കൊടുക്കണം. ഇനി എന്തെങ്കിലും എക്സ്റ്റേണൽ ഡിവൈസിനകത്തേക്ക് റൈറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? റൈറ്റ് ബാർ എന്ന് പറഞ്ഞ സാധനം ലോ കൊടുക്കണം. മനസ്സിലായോ? ഇനി റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് പോർട്ട് എയിലാണോ, പോർട്ട് സി അപ്പറാണോ, പോർട്ട് ബിയിലാണോ, പോർട്ട് സി ലോവറിലാണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് എന്തിനകത്താണ്? അതോ ഇതിനകത്ത് ഒരു കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്. ഇത് കൂടാതെ തന്നെ കൺട്രോൾ രജിസ്റ്റർ എന്ന് തന്നെ പറയാം. കൺട്രോൾ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ ചെയ്യുന്നത്? ആ രജിസ്റ്ററാണ് ആക്ച്വലി ഏത് മോഡ് ഓഫ് ഓപ്പറേഷനിൽ ഇത് വർക്ക് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. മനസ്സിലായി? കൺട്രോൾ രജിസ്റ്റർ.
കൺട്രോൾ രജിസ്റ്റർ. അപ്പം പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി കൂടാതെ നമുക്ക് ഒരു കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്. The content of control register is decided. The content of control register will decide what kind of operation perform. ഏത് ടൈപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെന്ന് ആര് ഡിസൈഡ് ചെയ്യുന്നത് ഏത് യൂസ് ചെയ്തിട്ടാണ്? ഈ കൺട്രോൾ വേർഡിൻ്റെ കണ്ടന്റ് നോക്കിയിട്ടാണ്. അപ്പം ഇനി റീഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് കൺട്രോൾ രജിസ്റ്ററിനകത്തേക്കാണോ, പോർട്ട് എയ്ക്കകത്താണോ, പോർട്ട് ബിക്കകത്താണോ, പോർട്ട് സിക്കകത്താണോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഒരു 2 ലൈൻസ് ഉണ്ട്. ദാറ്റ് ഈസ് A1 ആൻഡ് A0. A1 ആൻഡ് A0 00 ആണെങ്കിൽ അത് പോർട്ട് എയിലേക്കായിരിക്കും റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. 00 ആണെങ്കിൽ A0 ആൻഡ് A1 എന്ന് പറഞ്ഞ പിന്ന്, A0 A1 എന്ന് പറഞ്ഞ പിന്ന് 00 ആണെങ്കിൽ അത് പോർട്ട് എയിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, റീഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. A1 ആൻഡ് A0 01 ആണെങ്കിലോ പോർട്ട് ബിയിലേക്കായിരിക്കും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. 10 ആണെങ്കിലോ പോർട്ട് സിയിലേക്കായിരിക്കും. ആൻഡ് 11 ആണെങ്കിൽ റീഡ് റൈറ്റ് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ഓൺ കൺട്രോൾ രജിസ്റ്റർ. മനസ്സിലായില്ലേ? അപ്പം A1 ആൻഡ് A0 എന്തിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ? A1 ആൻഡ് A0 യൂസ് ചെയ്യുന്നത് റീഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത് കൺട്രോൾ രജിസ്റ്ററിനകത്തേക്കാണോ, പോർട്ട് എയിനകത്താണോ, പോർട്ട് ബിനകത്തേക്കാണോ, പോർട്ട് സിനകത്തേക്കാണോ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പിൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. 24 നമ്പർ പിൻസ് എന്തിനു വേണ്ടിയിട്ട്, 3 പാരലൽ IO പിൻസിന് വേണ്ടിയിട്ടും 8 പിൻസ് ഡാറ്റ ലൈനായിട്ടും D0 to D7 ഡാറ്റ ലൈനായിട്ടും. ഇപ്പോൾ 24 + 8 എന്ന് പറഞ്ഞാൽ 32 അങ്ങനെയായി. പിന്നെ 4 and 5 അല്ല VCC and ഗ്രൗണ്ട്, അപ്പം 36 ആയി, 34 ആയി. പിന്നെ നമുക്ക് റൈറ്റ്, റീസെറ്റ്, ചിപ്പ് സെലക്ട്, റീഡ് എന്നൊക്കെ പറഞ്ഞ പിൻസൊക്കെ കൂടിയിട്ട് 40 പിൻ IC ആയി മാറി. മനസ്സിലായോ? ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം A1 ആൻഡ് A0 എന്ന് പറഞ്ഞ സാധനം പിന്നെ 00 ആണെങ്കിൽ എന്തായിരിക്കും, അത് പോർട്ട് എയിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇവിടെ കണ്ടിട്ടില്ലേ, പോർട്ട് എയിനകത്തേക്കായിരിക്കും റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുന്നത്. 11 ആണെങ്കിൽ പോർട്ട് ബിനകത്തേക്കായിരിക്കും ഓപ്പറേഷൻ. 10 ആണെങ്കിൽ 11 അല്ല 01 ആണെങ്കിൽ പോർട്ട് ബിനകത്തായിരിക്കും. 10 ആണെങ്കിൽ സി രജിസ്റ്ററിനകത്തായിരിക്കും. ആൻഡ് 11 ആണെങ്കിൽ കൺട്രോൾ രജിസ്റ്ററിനകത്തായിരിക്കും. അപ്പോൾ കൺട്രോൾ രജിസ്റ്ററിനകത്തേക്ക് നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. കൺട്രോൾ രജിസ്റ്ററിനകത്തുള്ള കണ്ടൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി ഏത് മോഡ് ഓഫ് ഓപ്പറേഷനിൽ വർക്ക് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കൺട്രോൾ വേർഡ്. കൺട്രോൾ ലിസ്റ്റിൻ്റെ കണ്ടൻറ്റിനാണ് നമ്മൾ എന്താ പറയുക, കൺട്രോൾ വേർഡ് എന്ന് പറയാം. കൺട്രോൾ ലിസ്റ്റിൻ്റെ കണ്ടൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ കൺട്രോൾ ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. D7th ബിറ്റാണ് ആക്ച്വലി എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, വെദർ ദി മോഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് BSR മോഡ് ഓർ IO മോഡ്. BSR മോഡാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, 0 ആയിരിക്കണം. 1 ആണെങ്കിൽ എന്തായിരിക്കും, IO മോഡായിരിക്കും. മനസ്സിലായില്ലേ? 0 ആണെങ്കിൽ BSR മോഡായിരിക്കണം. അപ്പോൾ D7th കൺട്രോൾ ലിസ്റ്റിൻ്റെ ബിറ്റ് 0 ആണെങ്കിൽ അത് എന്തിൽ വർക്ക് ചെയ്യും, BSR മോഡിൽ വർക്ക് ചെയ്യും. ഫോർ പോർട്ട് സിക്ക് വേണ്ടി മാത്രമാണ് നോ എഫക്റ്റ് ഓൺ IO മോഡ്. അതിനകത്ത് IO മോഡിനകത്ത് എന്തുണ്ടാവില്ല, ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ബിറ്റ്സും ഇതിനൊക്കെ D6 to D0 എൻ്റെ സിഗ്നിഫിക്കൻസ് ഡിഫറെൻ്റ് ആയിരിക്കും, വേറൊരു രീതിയിലായിരിക്കും. ഇനി ഇവിടെ 1 ആണെങ്കിൽ, D7th ബിറ്റ് 1 ആണെങ്കിൽ ഏതായിരിക്കും, 8255 പെർഫോം ചെയ്യുന്നത് IO മോഡിലായിരിക്കും. IO മോഡ് എന്ന് പറഞ്ഞ സാധനം തന്നെ നിങ്ങൾക്ക് മോഡ് 0 സിമ്പിൾ IO ആയിട്ട് വർക്ക് ചെയ്യും. മോഡ് 1 ആണെങ്കിൽ ഹാൻഡ് ഷേക്ക് സിഗ്നൽ വർക്ക് ചെയ്യും. മോഡ് 2 ആണെങ്കിൽ പോർട്ട് എ ബൈഡയറക്ഷണൽ ഡാറ്റ പോർട്ടായിട്ടും പോർട്ട് ബി 0 1 വർക്ക് ചെയ്യാൻ പറ്റും. ഹാൻഡ് ഷേക്കിംഗ് സിഗ്നലായിട്ട് പോർട്ട് സിയും യൂസ് ചെയ്യും. ഇത്രയും ഡീറ്റെയിൽസ് അതിനകത്ത് നമുക്ക് കിട്ടും. ഇനി കൺട്രോൾ വേർഡ് എന്ന് പറയാം. കൺട്രോൾ വേർഡ്, ഇത് കണ്ടന്റ് ഓഫ് കൺട്രോൾ register is known as control word. The content of this register called control word which specify an IO functions on each port. ഓരോ പോർട്ടിനകത്തും എന്ത് ഓപ്പറേഷൻ ആണെന്ന് സ്പെസിഫൈ ചെയ്യുന്നത്
ഈ കൺട്രോൾ വേർഡ് ആയിരിക്കും. ദ രജിസ്റ്റർ ക്യാൻ ബി ആക്സസ്ഡ് ടു റൈറ്റ് എ കൺട്രോൾ വേർഡ് വെൻ A0 A1 ഇസ് ലോജിക് 1. A0 A1 1 ആകുമ്പോഴാണ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ എങ്ങോട്ടേക്ക് പെർഫോം ചെയ്യുന്നത്, കൺട്രോൾ വേർഡിനകത്തേക്ക് പെർഫോം ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ്ലി നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൺട്രോൾ രജിസ്റ്ററിനകത്തേക്ക് ഒരു സ്പെസിഫിക് കൺട്രോൾ വേർഡ് റൈറ്റ് ചെയ്യണം. ആ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് വർക്ക് ചെയ്യുള്ളൂ, ആ മോഡ് ഓഫ് ഓപ്പറേഷനിൽ 8255 വർക്ക് ചെയ്യുള്ളൂ. ആ വർക്ക് ചെയ്യുന്നത് അനുസരിച്ചിട്ട് ആ കൺട്രോൾ വേർഡ് അനുസരിച്ചായിരിക്കും പിന്നെ എന്ത് ചെയ്യാം 8255 വർക്ക് ചെയ്യുന്നത്. To determine with the peripheral through 8255, the steps are necessary. Determine the address of port. ഇപ്പോൾ നമുക്ക് ആദ്യം ഓരോ പോർട്ടിൻ്റെ അഡ്രസ്സ് അറിഞ്ഞിരിക്കണം. പോർട്ടിൻ്റെ അഡ്രസ്സ് എങ്ങനെയാണെന്ന് നേരത്തെ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഞാനത് സ്പെസിഫൈ ചെയ്തിട്ടില്ലാന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, 3 ലൈൻസാണ് ആക്ച്വലി ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. ഒന്ന് ചിപ്പ് സെലക്ട്, സെക്കൻഡ് വൺ A1 ആൻഡ് A0. ഈ A1 ആൻഡ് A0 അഡ്രസ് ലൈൻസിനകത്തുള്ള A1 ആൻഡ് A0 ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും 8255ൻ്റെ A1 ആൻഡ് A0യിലേക്ക് കണക്ട് ചെയ്യും. ബാക്കി വരുന്ന A2 ടു A7 വരുന്ന എല്ലാ ലൈൻസും നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡീകോഡിങ് സർക്യൂട്ട് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്ന അഡ്രസ്സ് വരുന്ന സമയത്ത് മാത്രം ഇവിടെ 0 വരുന്ന രീതിയിൽ ചിപ്പ് സെലക്ട് ആവുന്ന രീതിയിൽ നമ്മൾ ചിപ്പ് സെലക്ടിനകത്തേക്ക് കണക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞ സാധനം നമുക്കിങ്ങനെ ഒരു അഡ്രസ്സ് വരാമെന്ന് വെച്ചാൽ ഫ്രം 80 മുതൽ 83 വരെ 80 പോർട്ട് A, 81 പോർട്ട് B വായിക്കണേ, B, 82 പോർട്ട് C and 83 കൺട്രോൾ രജിസ്റ്റർ. ഇത് കൺട്രോൾ രജിസ്റ്റർ വായിക്കണം കേട്ടോ. ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 80 എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താ 80 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക, 80 എന്ന് പറഞ്ഞാൽ 10000000. അപ്പോൾ ആദ്യത്തെ എന്താണ്, ഇതെന്താണ് സാധനം, ഇത് A7 അല്ലേ, ഇത് A1 ആൻഡ് A0. ലാസ്റ്റിലത്തെ A1ഉം ഇത് A0. ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാ ലൈനും എടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും, അതായത് A2 മുതൽ A7 വരെയുള്ള ലൈൻ എടുക്കും, എന്നിട്ട് അതൊരു ഡീകോഡിങ് സർക്യൂട്ടിനകത്ത് കൊടുക്കും. ഡീകോഡിങ് സർക്യൂട്ട് എങ്ങനെയായിരിക്കണം, 80 എന്ന് വരുന്ന സമയത്ത് ചിപ്പ് സെലക്ട് എന്തായിരിക്കണം 00, അതായത് 100000 ആവുന്ന സമയത്ത് ചിപ്പ് സെലക്ട് എന്തായിരിക്കണം 1 ആയിരിക്കണം. അതിനെന്താ ചെയ്യുക, ഇത് നമ്മളൊരു നാൻഡ് ഗേറ്റിനകത്ത് കണക്ട് ചെയ്യും. 1 വരുന്ന സാധനം നമ്മൾ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യും, ബാക്കിയെല്ലാം എന്തായിരിക്കും നോട്ട് വെച്ചിട്ട് കണക്ട് ചെയ്യും. ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ, A7 ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, A6 നോട്ട് വഴി, A5 നോട്ട് വഴി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ 100 ഇതെല്ലാം ബാക്കിയെല്ലാം 0 വരുന്ന സമയത്ത് മാത്രം എന്തായിരിക്കും ഇതിൻ്റെ ഇൻപുട്ടിലെല്ലാം എന്തായിരിക്കും 1 ആയിരിക്കും. ആ സമയത്ത് മാത്രമേ ഇതിൻ്റെ ഇൻപുട്ടെല്ലാം 1 ആവുള്ളൂ. എല്ലാ ഇൻപുട്ടും 1 ആകുമ്പോൾ മാത്രമേ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്താവുള്ളൂ 0 ആവുള്ളൂ. ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ചിപ്പ് സെലക്ട് വരുള്ളൂ. ദാറ്റ് മീൻസ് അഡ്രസ് ബസ്സിനകത്ത് 80 വരുമ്പോൾ മാത്രം ചിപ്പ് സെലക്ട് വരും. പിന്നെ 81 വന്നു കഴിഞ്ഞാലോ, അതായത് 80 മുതൽ 83 വരെ വരുന്ന എല്ലാ ഡാറ്റ വന്നു കഴിഞ്ഞാലും ചിപ്പ് സെലക്ട് എന്തായിരിക്കും ലോ ആയിരിക്കും. പിന്നെ 00 മുതൽ 11 വരെയുള്ള അനുസരിച്ചിട്ട് എന്തായിരിക്കും ഇവിടെ കൺട്രോൾ രജിസ്റ്ററും പോർട്ട് എയും പോർട്ട് ബിയും പോർട്ട് സിയും സെലക്ട് ചെയ്യും. മനസ്സിലായല്ലേ? അപ്പം 80 എന്ന് പറഞ്ഞാൽ പോർട്ട് എ ആയിരിക്കും, മറ്റേത് ബി ആയിരിക്കും, സി ആയിരിക്കും, കൺട്രോൾ രജിസ്റ്റർ ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡീകോഡിങ് സർക്യൂട്ട് സെറ്റപ്പ് ചെയ്തിട്ട് നമുക്ക് രജിസ്റ്റേഴ്സ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ആദ്യം BSR മോഡ് നോക്കാം. നമുക്ക് BSR മോഡിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡാണ്. ഇറ്റ് ഈസ് സ്പെഷ്യലി ഡിസൈൻ ഫോർ എന്താണ്, ഡിസൈൻ ഫോർ പോർട്ട് സിക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷനാണ് എന്ത്, BSR മോഡ് എന്ന് പറഞ്ഞാൽ. അപ്പം BSR മോഡിനകത്താണെങ്കിൽ കൺട്രോൾ രജിസ്റ്ററിൻ്റെ ഫസ്റ്റ് ബിറ്റ് എന്തായിരിക്കണം, 0 ആയിരിക്കണം. 0 ആണെങ്കിൽ മാത്രമേ അത് എന്തിലേക്ക് വരുള്ളൂ, BSR മോഡിനകത്തേക്ക് വരുള്ളൂ. Next 3 bits are not used. So D6 to D4 are not significant in the
കേസ് ഓഫ് BSR മോഡ്. അപ്പോൾ ഇതിന് 1 കൊടുത്താലും 0 കൊടുത്താലും ഒരു പ്രശ്നമില്ല, അതെന്ത് വേണമെങ്കിൽ കൊടുക്കാം. നെക്സ്റ്റ് 3 ബിറ്റ്സ്, അടുത്ത 3 ബിറ്റ്സ് പോർട്ട് സിയിലുള്ള ഏത് പിന്നിനെയാണ് നമുക്ക് സെറ്റ് ചെയ്യും റീസെറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതെന്നാണ് നെക്സ്റ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് പോർട്ട് സിയിൽ നമുക്ക് എത്ര ബിറ്റ് ഉണ്ട്? 8 ബിറ്റ് ഉണ്ട്. അപ്പം 00 ആണെങ്കിൽ ബിറ്റ് 0 ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അതായത് അത് നിങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ നേരത്തെ കണ്ടില്ലേ? പോർട്ട് എ എടുക്കുകയാണെങ്കിൽ PA0 ഇതാണ് പോയി. പോർട്ട് ബി എടുക്കുകയാണെങ്കിൽ PB0, PB1, PB2 അപ് ടു PB7. ദാറ്റ് മീൻസ് 8 പിന്നാണ് ഇതിനകത്തുള്ളത്, പോർട്ട് ബിക്കകത്തുള്ളത്. അതേപോലെ തന്നെ പോർട്ട് എയ്ക്കകത്തും പോർട്ട് സിക്കകത്തും കാണാൻ നിൽക്കും. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പോർട്ട് സിയുടെ പോർട്ട് സിയുടെ BSR മോഡലിനകത്ത് നമ്മൾ പറയുന്നത് പോർട്ട് സിനകത്തുള്ള ഏത് ബിറ്റാണ് ഏത് പിന്നിനെയാണ് നമുക്ക് സെറ്റും റീസെറ്റും ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ 3 പിന്നിനകത്ത് 00 ആണെങ്കിൽ ബിറ്റ്സ് PB0 ആയിരിക്കും നമ്മൾ സെറ്റ് ആൻഡ് റീസെറ്റ് ചെയ്യുന്നത്. 001 ആണെങ്കിൽ PB1 ആയിരിക്കും, അത് PC1 ആയിരിക്കും. PC0 അതായത് സ്പെഷ്യലി ഡിസൈൻ ഫോർ പോർട്ട് സി ആണ്. അപ്പം PC0 മുതൽ ഇത് PC0, ഇത് PC7 ഇതായിരിക്കും ഓർഡർ. ഈ ഓർഡർ അനുസരിച്ച് പിന്നെ അടുത്തത് PC1, PC2, PC3, PC4, PC7. ഇനി സെറ്റാണോ റീസെറ്റാണോ എന്നുള്ളതാണ് നെക്സ്റ്റ് ബിറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. ഇവിടെ 0 കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ 3 ബിറ്റ് വെച്ച് സെലക്ട് ചെയ്തിരിക്കുന്ന ആ ബിറ്റിനകത്ത് 0 ആയിരിക്കും. അതല്ല 1 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്താണോ അത് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ബിറ്റ്സിനകത്ത് പോർട്ട് സിയുടെ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ബിറ്റ്സ് അനുസരിച്ചിട്ടുള്ള പോർട്ട് സിയുടെ പിന്നിനകത്തേക്ക് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഇതാണ് ആക്ച്വലി BSR മോഡ് എന്ന് പറഞ്ഞാൽ. ഒന്നുമില്ല, BSR മോഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. പിന്നെ ഇവിടെ ഏത് പോർട്ട് സിയുടെ ഏത് പിന്നിനകത്താണ് നമ്മൾ സെറ്റോ റീസെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി സെറ്റാണോ റീസെറ്റാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്യാം. മനസ്സിലായല്ലേ? അതിനൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട് ഇവിടെ. BSR മോഡിനകത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോർട്ട് സി 7 ആണെങ്കിൽ ഉണ്ടല്ലേ 0F ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. കാരണം എന്താ? ഇവിടെ BSR മോഡിനകത്ത് ഇവിടെ 0 ആയിരിക്കണം. ബാക്കി 3 നിങ്ങൾ എന്ത് കൊടുത്താലും കുഴപ്പമില്ല, 1 0 കൊടുക്കാം നമുക്ക്. ഇനി അടുത്ത PC7 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ഇവിടെ 3 1 ആയിരിക്കണം. ഇനി സെറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 1 കൊടുത്തിരിക്കണം. ഇപ്പോൾ ടു റീസെറ്റ് PB7 ഇവിടെ 0 ആയിരിക്കണം, കാരണം വെച്ച് കഴിഞ്ഞാൽ BSR മോഡാണ്. ഇതിൽ നമുക്ക് സിഗ്നിഫിക്കൻസ് ഇല്ല, എന്ത് വേണേൽ കൊടുക്കാം. ഇത് 7 ആയതുകൊണ്ട് ഇവിടെ 1 ആയിരിക്കണം. റീസെറ്റ് ആയതുകൊണ്ട് ഇവിടെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. മനസ്സിലായല്ലേ? ഇനി PC3 സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും 0 ആയിരിക്കണം, നോ സിഗ്നിഫിക്കൻസ്. 3 ആയതുകൊണ്ട് 0 1 1 ആണ് വരുന്നത്, അവിടെ 0 1 1 എന്ന് വന്നിട്ടുണ്ട്. സെറ്റ് ചെയ്യാനായതുകൊണ്ട് ഇവിടെ 1 കൊടുത്തിരിക്കുന്നു. റീസെറ്റ് ചെയ്യാനാണെങ്കിലോ ബാക്കിയെല്ലാം ഒരേപോലെ തന്നെ ഇവിടെ 0 1 1 എന്ന് കൊടുക്കും, ഇവിടെ റീസെറ്റ് ആയതുകൊണ്ട് ഇവിടെ 0 കൊടുത്തിരിക്കും. ഇങ്ങനെയാണ്. ഇതിനകത്ത് ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. ടു കൺട്രോൾ ദ രജിസ്റ്റർ. ഇനിയിപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിലേ, ഒരു സ്ക്വയർ പൾസ് ഏതിനകത്ത് വരിക? PC7-നകത്തും PC3-കകത്തും ഒക്കെ ഒരു സ്ക്വയർ പൾസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്ക്വയർ പൾസ് ഇപ്പം ഒരു സ്ക്വയർ പൾസ് ഞാനൊരു പ്രോഗ്രാമിനകത്ത് തന്നെ എഴുതിക്കളാം, പിന്നെ ഇഷ്യൂ ഇല്ലല്ലോ. അല്ലെങ്കിൽ ഈ പ്രോഗ്രാം തന്നെ നോക്കി നോക്കും. നിങ്ങൾ എന്താ ചെയ്യുന്നത്? അക്യുമുലേറ്ററിനകത്ത് 0F കൊടുത്തു. 0F എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി അതൊരു കൺട്രോൾ വേർഡാണ്. ആ കൺട്രോൾ വേർഡ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടേക്കാണ്? 83-ലേക്കാണ്. 83 എന്ന് പറഞ്ഞാൽ കൺട്രോൾ രജിസ്റ്ററാണ്. കൺട്രോൾ വേർഡ് കൺട്രോൾ രജിസ്റ്ററിനകത്തേക്ക് മാത്രമേ ഔട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി കൺട്രോൾ വേർഡിൻ്റെ അഡ്രസ്സ് എത്രയാണ്? 83 ആണ്. അപ്പോൾ ഫസ്റ്റിലത്തെ ഇൻസ്ട്രക്ഷൻ എന്താ? അക്യുമുലേറ്ററിനകത്തേക്ക് കൺട്രോൾ വേർഡായിട്ടുള്ള 0F എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു അല്ലേ? കൺട്രോൾ വേർഡ് ഈസ് ലോഡ് ടു അക്യുമുലേറ്റർ. പിന്നെ ഔട്ട് 83 എന്ന് പറഞ്ഞാൽ പോർട്ട് അഡ്രസ്സിനകത്തേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് 8085-നകത്ത് 2 ഇൻസ്ട്രക്ഷൻസേ ഉള്ളൂ. ഒന്ന് ഇൻ ആൻഡ് ഔട്ട്. ഔട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റ സെൻഡ് ചെയ്യാൻ, പോർട്ടിനകത്തേക്ക് സെൻഡ് ചെയ്യാൻ. ഇൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ റീഡ് ചെയ്യാൻ. അപ്പം ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോർട്ട് അഡ്രസ്സാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്. നമുക്ക് എങ്ങോട്ടേക്ക് ഔട്ട് ചെയ്യേണ്ടത്? കൺട്രോൾ രജിസ്റ്റർ ആയതുകൊണ്ട്, കൺട്രോൾ രജിസ്റ്ററിനകത്തേക്ക് ആയതുകൊണ്ട് 83 ആണ് അതിൻ്റെ അഡ്രസ്സ് അല്ലേ? അപ്പം 0F എന്ന് പറഞ്ഞ സാധനം ഔട്ട് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുക? BSR മോഡിൽ ഇതാ 0F അല്ലേ ഇത്? പോർട്ട് സിയുടെ 7th ബിറ്റ് എന്തായിരിക്കും? സെറ്റ് ആവും, 1 ആവും അല്ലേ? അടുത്തത് 07 ആക്കി. 07 എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോൾ വേർഡാണ് അഗെയിൻ. അതെന്താണ്?
പോർട്ട് PC3യുടെ ബിറ്റ് എന്തായി മാറും, 1 ആയിട്ട് മാറും. മനസ്സിലായോ? 1 ആയിട്ട് മാറും BSR മോഡിനകത്ത്. എന്നിട്ട് അത് എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യുന്നത്, കൺട്രോൾ രജിസ്റ്ററിനകത്തേക്കാണ് സെൻഡ് ചെയ്യുന്നത്. സെൻഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരു ഡിലേ കോൾ ചെയ്തു. കോൾ ഡിലേ എന്ന് പറഞ്ഞാൽ ഒരു സബ് റൂട്ടീൻ എഴുതിയിട്ടുണ്ടാവും, ആ സബ് റൂട്ടീൻ്റെ പേരാണ് ഡിലേ. അതൊരു 1 millisecond ഡിലേ പ്രൊവൈഡ് ചെയ്യുന്നൊരു റൂട്ടീനായിരിക്കും. അതവിടെ കോൾ ചെയ്തു. അപ്പോൾ 1 millisecond കഴിഞ്ഞിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇങ്ങോട്ടേക്ക് വരുള്ളൂ, നെക്സ്റ്റ് ലൈനിനകത്തേക്ക് വരുള്ളൂ. അവിടെ എന്താ ചെയ്യുന്നത്, അക്യുമുലേറ്ററിൻ്റെ വാല്യൂ എന്താക്കി മാറ്റുന്നു, 06 എന്നാക്കി മാറ്റുന്നു. എന്താ 06 എന്ന് പറഞ്ഞാൽ, 06 എന്ന് പറഞ്ഞാൽ ഈ പോർട്ട് PC3ൻ്റെ വാല്യൂ എന്താക്കി മാറ്റുന്നു, അത് റീസെറ്റ് ചെയ്യാൻ പോകുന്നു. അത് നമ്മൾ കൺട്രോൾ വേർഡാണ് ആക്ച്വലി. ആ കൺട്രോൾ വേർഡ് BSR മോഡിൻ്റെ കൺട്രോൾ വേർഡാണ്. ആ കൺട്രോൾ വേർഡ് അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺട്രോൾ രജിസ്റ്ററിനകത്തേക്ക് റൈറ്റ് ചെയ്യുന്നു. അഗെയിൻ PC7ൻ്റെ വാല്യൂ റീസെറ്റ് ചെയ്യുന്നു. അതിനുള്ള കൺട്രോൾ വേർഡ് നമ്മൾ റൈറ്റ് ചെയ്തു. അത് എങ്ങോട്ടേക്ക് ചെയ്യുന്നു, കൺട്രോൾ രജിസ്റ്ററിനകത്തേക്ക് റൈറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നു. ഇതാണ് ആക്ച്വലി ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് PC7ൻ്റെ വാല്യൂ 0 ഉം 1 ഉം ആക്കുന്നു. PC7ൻ്റെയും PC3യുടെയും വാല്യൂ 0 ഉം 1 ഉം ആക്കി മാറ്റുന്നു. നല്ല റൂട്ടീൻ. ജസ്റ്റ് ഒരു പ്രോഗ്രാം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി സ്ക്വയർ പൾസ് വരണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക, നമുക്കൊരു പ്രോഗ്രാം ആണെങ്കിൽ എഴുതി വെക്കാം, നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ. MVI A,0F പോർട്ട് 7നകത്തേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 0 എന്നാക്കാം. ആദ്യം റീസെറ്റ് ആയി നമ്മൾ. പിന്നെ ഔട്ട് 83. ഇവിടെ ഡിലേക്ക് വരെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു നോപ്പ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നു. നോപ്പ് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഡിലേ എത്രയാണോ അത്രയും മതി എന്ന് വിചാരിക്കും. നോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷനാണ്, നോ ഓപ്പറേഷനാണ്. ഇപ്പോൾ 2 നോപ്പ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഡിലേ മതി എനിക്ക്. ഇനി ഞാൻ ഇതെന്ത് ചെയ്യുന്നു, മൂവ് സെറ്റ് ചെയ്യാൻ പോകുന്നു. മൂവ് A,0F ഔട്ട് 83. ഇതിൻ്റെ അഡ്രസ്സ് സപ്പോസ് ഇതിൻ്റെ അഡ്രസ്സ് 2000 ആണെങ്കിൽ എൻ്റെ അഡ്രസ്സ് 2000 ആണ്. ഔട്ട് 83 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി മാറി, ജമ്പ് 2000. ഇവിടെ നമുക്ക് എന്ത് വേണം, 2 നോപ്പ് വേണം. നോപ്പ് 2000ലേക്ക് ജമ്പ് ചെയ്യുന്നു. ഇവിടെ എന്താ ചെയ്യുക, അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പോർട്ട് C7ൻ്റെ ബിറ്റില്ലാത്ത ഒരു സ്ക്വയർ പൾസ് ഇങ്ങനെ ജനറേറ്റ് ചെയ്ത് അതിനെന്താ ചെയ്യുന്നത്, ആദ്യം പോർട്ട് A ഒരു കൺട്രോൾ വേർഡ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്, അതിനകത്തേക്ക് 0E ആക്കുന്നു. കൺട്രോൾ വേർഡാണ് ആക്ച്വലി 0E എന്ന് പറയുന്നത്. 0E അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. പോർട്ട് കൺട്രോൾ രജിസ്റ്ററിനകത്തേക്ക് റൈറ്റ് ചെയ്യുന്നു, 83ലേക്ക് റൈറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായി മാറും, BSR മോഡിൽ 8255 വർക്ക് ചെയ്യും. BSR മോഡിൽ പോർട്ട് C7ൻ്റെ പിന്നെന്തായി മാറും, 0 ആക്കി മാറ്റും. ആ 0 2 നോപ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം വരെ അത് തന്നെ റിട്ടേൺ ചെയ്യും. ദെൻ അഗെയിൻ അക്യുമുലേറ്ററിൻ്റെ വാല്യൂ 0F ആക്കുന്നു. ദാറ്റ് മീൻസ് അടുത്ത കൺട്രോളോടെ നമ്മൾ അക്യുമുലേറ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നു. അതെങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യുന്നു, 83ലേക്ക് റൈറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 8255 എന്തായിട്ട് മാറുന്നു, BSNR മോഡിൽ തന്നെ പോർട്ട് C7ൻ്റെ പിന്നെ സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തിട്ട് എത്ര നേരം തുടരുന്നു, 2 നോപ്പ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈം വരെ തുടരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ജമ്പ് ചെയ്യുന്നു. അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യുന്നു. അഗെയിൻ ഈ സാധനം റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക, ആദ്യം PC7ൻ്റെ വാല്യൂ 0 ആകുന്നു. 2 നോപ്പ് ഇൻസ്ട്രക്ഷൻ്റെ ടൈം കഴിഞ്ഞിട്ട് അത് ഹൈ ആകുന്നു. അഗെയിൻ 2 നോപ്പ് ഇൻസ്ട്രക്ഷൻ്റെ ടൈം വരെ അത് ഹൈ തന്നെ തുടരുന്നു. ലോ ആകുന്നു. ലോ ആയിക്കഴിഞ്ഞാൽ പിന്നെ അഗെയിൻ ലോ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ ഹൈയിലേക്ക് മാറുന്നു. ലോ കണ്ടിന്യൂ ചെയ്യുന്നു. ഹൈ കണ്ടിന്യൂ ചെയ്യുന്നു. അഗെയിൻ ലോ ആകുന്നു. ഇങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് PC7ൽ എന്ത് ജനറേറ്റ് ചെയ്യും, ഒരു സ്ക്വയർ പൾസ് ജനറേറ്റ് ചെയ്യും. ഈ ടൈം ഡിലേ എന്തായിരിക്കും, 2 നോപ്പ് ഇൻസ്ട്രക്ഷൻ്റെ ടൈം എന്താണോ അതായിരിക്കും. ഓക്കെ, ഇതാണ് BSNR മോഡിലുള്ള ഓപ്പറേഷൻ തന്നെ. ഇനി IO മോഡിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, IO മോഡിലാണെങ്കിൽ നമുക്കറിയാം ഇവിടെ എന്താണ്, ഇവിടെ 0 പറ്റില്ല, ഇവിടെ എന്തായിരിക്കണം, 1 ആയിരിക്കണം.
അടുത്ത രണ്ട് ബിറ്റ് എന്താണ് IO മോഡിനകത്ത് തന്നെ നമുക്കറിയാം 3 മോഡുണ്ട്. IO മോഡിനകത്ത് മോഡ് 0, മോഡ് 1, മോഡ് 2. അടുത്ത 2 ബിറ്റാണ് എന്ത് ഡിസൈഡ് ചെയ്യുന്നത്, വെദർ ഇറ്റ് വർക്ക്സ് ഇൻ മോഡ് 0, മോഡ് 1 മോഡ് 2. ഈ 2 ബിറ്റും മോഡ് സെലക്ഷന് വേണ്ടിയിട്ടാണ്. 00 ആണെങ്കിൽ മോഡ് 0, 01 ആണെങ്കിൽ മോഡ് 1, 10 ആണെങ്കിലും 11 ആണെങ്കിലും മോഡ് 2 ആയിരിക്കും. മനസ്സിലായോ? 10 ആണെങ്കിലും 11 ആണെങ്കിലും ഇത് മോഡ് 2 ആയിരിക്കും. അടുത്തത് പോർട്ട് എക്കുള്ളതാണ്. ഈ D4 പിന്നെ എന്താണ്, മോഡ് എ, പോർട്ട് എക്കുള്ളതാണ്. പോർട്ട് എയിനെ ഇൻപുട്ട് പോർട്ടാണോ ഔട്ട്പുട്ട് പോർട്ടാണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടറാണ് എന്ത്, ഈ ഒരു D4 പിൻ എന്ന് പറയുന്നത്. അപ്പോൾ 1 ആണെങ്കിൽ ഇൻപുട്ട്, 0 ആണെങ്കിൽ ഔട്ട്പുട്ട് പോർട്ടായിരിക്കും. അതുപോലെ D3 എന്ന് പറയുന്ന സാധനം ഇതേപോലെ തന്നെ പോർട്ട് സി അപ്പർ ഇതേപോലെ തന്നെ 1 ആണെങ്കിൽ ഇൻപുട്ടും, 0 ആണെങ്കിൽ ഔട്ട്പുട്ടും ആയിരിക്കും. പിന്നെ അടുത്തത് മോഡ് സെലക്ഷൻ ഫോർ പോർട്ട് ബി. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലാവും. പോർട്ട് ബിക്കുള്ള മോഡ് സെലക്ഷനാണ് ആക്ച്വലി അത് 0യും 1ഉം. അതായത് ഇവിടെ ഒരു മോഡ് സെലക്ഷൻ ഓൾറെഡി ഉണ്ട്, പിന്നെ എന്തിനാണെന്നുള്ളതാണ്. അത് ആക്ച്വലി മോഡ് 2ലാണ് ആക്ച്വലി നമുക്കത് വരുന്നത്. മോഡ് 2 പോർട്ട് എയും പോർട്ട് എ എന്ന് പറഞ്ഞ സാധനം ബൈഡയറക്ഷണൽ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പോർട്ട് സി എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ഹാൻഡ് ഷേക്കിംഗ് സീനിലായിട്ട് യൂസ് ചെയ്യുന്നു. ആ സമയത്ത് പോർട്ട് ബീനെ നമുക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ക്യാൻ ബി either മോഡ് 0 or 1, മോഡ് 0 or മോഡ് 1. ആ മോഡ് 0 ആണോ മോഡ് 1 ആണോ എന്ന് തീരുമാനിക്കുന്ന സാധനമാണ് എന്ത്, പോർട്ട് ബി. മോഡ് 0 ആണോ മോഡ് 1 ആണോ എന്ന് തീരുമാനിക്കുന്ന സാധനമാണ് ഇത്, ഈ ഒരു ബിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പോർട്ട് ബി ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണെന്ന് തീരുമാനിക്കുന്ന പിന്നാണ് എന്ത്, ഇത് രണ്ടും. പിന്നെ അടുത്തത് പോർട്ട് സി ലോവർ ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ ഇത് സൈഡിന് പിന്നാണിത്, ഈ രണ്ടും. ഓക്കെ, ഫസ്റ്റിലത്തെ പിന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റിലത്തെ ഓപ്പറേഷൻ, അതായത് IO മോഡിനകത്ത് ഫസ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് മോഡ് എന്ന് പറയുന്ന സാധനം എന്താ, മോഡ് 0 ആണ്, സിമ്പിൾ IO ആണ്. മോഡ് 0 ആക്ച്വലി എഴുതിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. മോഡ് 0 ആണെങ്കിൽ അതിൻ്റെ കൺട്രോൾ ഇവിടെ എന്താ നോക്കാം നമുക്ക്. ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട, നമുക്ക് ഇതിനകത്ത് മോഡ് 0 ആണെങ്കിൽ എന്തായിരിക്കണം, മോഡ് 0 ആണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കണം, ഇത് 1 ആയിരിക്കണം, ഇത് 1 ആയിരിക്കണം. അടുത്ത് എന്താണ്, മോഡ് സെലക്ഷൻ, ഇത് രണ്ടും എന്തായിരിക്കണം, 0 ആയിരിക്കണം, എന്നാലേ മോഡ് 0യിലേക്ക് പോവുള്ളൂ അല്ലേ. ഇത് D4 എന്താ, പോർട്ട് എനെ ഇൻപുട്ട് പോർട്ട് ആക്കണമെങ്കിൽ ഇവിടെ 1 കൊടുക്കാം, ഔട്ട്പുട്ട് പോർട്ട് ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ 0 കൊടുക്കാം. ഓക്കെ, അടുത്തത് പോർട്ട് സി അപ്പർ 1 ആണെങ്കിൽ അത് ഇൻപുട്ടായിരിക്കും, അല്ലെങ്കിൽ അത് ഔട്ട്പുട്ടായിരിക്കും. അടുത്തതിന് വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല, കാരണം മോഡ് 0യിലാണുള്ളത്, അത് മോഡ് 0യിലാണുള്ളത്, അതുകൊണ്ട് തന്നെ അതിന് രണ്ട് സിഗ്നിഫിക്കൻസ് ഇല്ല. അത് നമ്മൾ സിഗ്നിഫിക്കൻസ് ഇല്ല, നിങ്ങൾക്ക് 0 കൊടുക്കുക അല്ലെങ്കിൽ 1 കൊടുക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. മോഡ് 0യിൽ അതിന് സിഗ്നിഫിക്കൻസ് ഇല്ല. അടുത്തത് പോർട്ട് ബി നമുക്ക് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്ന് തീരുമാനിക്കുന്ന സാധനമാണ് ഇത്. 1 കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട്, 0 കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട്. ഇതും അതേപോലെ തന്നെ ഇൻപുട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട്, പോർട്ട് സി ലോവർ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു കൺട്രോൾ ബോർഡ് നമ്മൾ അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യും, കൺട്രോൾ ലിസ്റ്റിനകത്തേക്ക് റൈറ്റ് ചെയ്യും, എന്നിട്ട് പോർട്ട് എയിനെ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ട് പോർട്ടാക്കാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് നോക്കാം, നമുക്ക് പോർട്ട് എയിനകത്ത് പോർട്ട് സി 0-നകത്ത് ഒരു ഞാൻ ആദ്യം പറഞ്ഞുതരാം. പോർട്ട് സി അല്ല, പോർട്ട് എ ആയിക്കോട്ടെ, നേരത്തെ പോർട്ട് സി യൂസ് ചെയ്തല്ലേ. പോർട്ട് എയിനെ PA 0-നകത്ത് ഒരു സ്ക്വയർ പൾസ് ജനറേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയുന്നത്, MVI A, പോർട്ട് എ. അപ്പോൾ എന്തായിരിക്കണം, സ്ക്വയർ പൾസ് ജനറേറ്റ് ചെയ്യുന്ന പോർട്ട് എ ഔട്ട്പുട്ട് പോർട്ടായിട്ട് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം പോർട്ട് എ മാത്രമേ നമുക്ക് ഇമ്പോർട്ടൻസ് ഉള്ളൂ അല്ലേ, പോർട്ട് എ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബാക്കിയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഡീസൈഡ് ബിറ്റ് എന്തായാലും 1 ആയിരിക്കണം, ബാക്കി എന്തായാലും കുഴപ്പമില്ല അല്ലേ. ഇവിടെ പോർട്ട് എ എന്തായിരിക്കണം, പോർട്ട് എ 0 ആയിരിക്കണം, അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയെല്ലാം 0 ആയിട്ടുള്ളൊരു കൺട്രോൾ ബോർഡ് നമ്മൾ അങ്ങോട്ടേക്ക് റൈറ്റ് ചെയ്യുന്നു. അതായത് 80 എന്ന് പറഞ്ഞാൽ കൺട്രോൾ ബോർഡ് അല്ലേ, 1000 എന്ന് പറഞ്ഞാൽ 80 അല്ലേ, 80 എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിനകത്തേക്ക് റൈറ്റ് ചെയ്യുന്നു.
അതെങ്ങോട്ടേക്ക് നമ്മൾ ഔട്ട് ചെയ്യുന്നു? കൺട്രോൾ ലിസ്റ്റിനകത്തേക്ക് ഔട്ട് ചെയ്യുന്നു. കൺട്രോൾ ലിസ്റ്റത്തിൻ്റെ പിന്നെ അഡ്രസ്സ് എത്രയാണ്? 83യിലേക്ക് ഔട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മോഡ് 0യിൽ എന്തായിട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞു? മോഡ് 0യിൽ IO മോഡിൽ, സോ അതായത് IO മോഡിൽ മോഡ് 0 ആയിട്ട് നമ്മൾ കോൺഫിഗർ ചെയ്തു. ഇനി നമുക്ക് പോർട്ട് ചെയ്യുന്ന ഡയറക്റ്റായിട്ട് എന്ത് ചെയ്താൽ മതി? പോർട്ട് ഐയിലേക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് വാല്യൂസ് റൈറ്റ് ചെയ്താൽ മാത്രം മതി. ഇപ്പം സ്ക്വയർ പൾസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം 0 ഔട്ട് ചെയ്യണം, പിന്നെ ഡിലേ കോൾ ചെയ്യണം, പിന്നെ 1 ഔട്ട് ചെയ്യണം. അപ്പം അതിനെന്ത് ചെയ്താൽ മതി? MVI A,00 ഔട്ട് 80 എന്ന് പറഞ്ഞാൽ പോർട്ട് ഐയുടെ അഡ്രസ്സാണ്. അപ്പം പോർട്ടിലുള്ള എല്ലാ ബിറ്റും എന്തായി മാറി? 0 ആയിട്ട് മാറി. ഇനി നമ്മളൊരു നോപ്പ് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നു. രണ്ട് നോപ്പ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഒരു ചെറിയ ഡിലേ കിട്ടി. ഇനി അഗൈൻ എന്ത് ചെയ്യുന്നു? MVI A,FF. അപ്പോൾ എല്ലാ പിന്നും എന്തായിരിക്കും? ഹൈ ആയിട്ട് മാറും. അഗൈൻ എന്നിട്ട് അതെങ്ങോട്ടേക്ക് ഔട്ട് ചെയ്യണം? ഔട്ട് 80യിലേക്ക്, പോർട്ട് ഐയിലേക്ക് ഔട്ട് ചെയ്യണം. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? ഡിലേ കോൾ ചെയ്യുന്നു. നോപ്പിൻ്റെ ഡിലേ. ഇതെങ്ങോട്ടേക്ക് റിപ്പീറ്റ് ചെയ്യണം? ഇത് കഴിഞ്ഞാൽ ജംപ് ടു അങ്ങോട്ടേക്ക് നമ്മൾ അഡ്രസ്സ് എവിടെ ഇരിക്കണം? അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യേണ്ടത്? ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യണോ? ഇങ്ങോട്ടേക്ക് രണ്ടാമത് നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങോട്ടേക്ക് മാത്രം ജമ്പ് ചെയ്താൽ മതി. ഇതിൻ്റെ അഡ്രസ്സ് ഞാൻ എഴുതാൻ കഴിയില്ലായിട്ടാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കും, പോർട്ട് ഐയിൽ എല്ലാ ബിറ്റിലും സ്ക്വയർ പൾസ് വരും. നമുക്ക് PA00 മാത്രമേ വരണ്ടുവെങ്കിൽ ഈ വാല്യൂ ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി. ഈ രണ്ട് വാല്യൂ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്താൽ മാത്രം മതി. ഇത് 00യും ഇവിടെ 01 ആക്കുകയാണെങ്കിലോ, ഇത് 01 ആക്കുകയാണെങ്കിലോ PA0യിൽ മാത്രമേ വരുള്ളൂ. മനസ്സിലായോ? ഇത് 00യും ഇത് 80 ആക്കുകയാണെങ്കിലോ പോർട്ട് 7ൽ മാത്രമേ വരുള്ളൂ. ഇത് 00യും 02 ആക്കുകയാണെങ്കിലോ PC1ൽ മാത്രമേ സ്ക്വയർ പൾസ് വരുള്ളൂ. അങ്ങനെ ഈ രണ്ട് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് PC0യിലെ ഓരോന്നിനകത്ത് നമുക്ക് വാല്യൂ മാറ്റാം, സ്ക്വയർ പൾസ് വരുത്താം. അതങ്ങനെ നമുക്ക് ഏതിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും വരുത്താം എന്നുള്ള രീതിയിലാക്കാൻ പറ്റും. ഇതാണ് ആക്ച്വലി മോഡ് 0 ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി മോഡ് 1 ഓഫ് ഓപ്പറേഷൻസ്. മോഡ് 1-നകത്ത് രണ്ട് പോർട്ടും എന്തായിരിക്കും? ഫങ്ഷൻ 8-bit IO പോർട്ട്സ്, രണ്ട് പോർട്ട് മാത്രം. ഏത്? പോർട്ട് A ആൻഡ് പോർട്ട് B. They can be configured as either input or output. അത് രണ്ടും ഇൻപുട്ട് ആയിട്ടും യൂസ് ചെയ്യാം, ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോൺഫിഗർ ചെയ്യാൻ പറ്റും. ആൻഡ് ഈച്ച് പോർട്ട് യൂസസ് 3 ലൈൻസ് ഫ്രം പോർട്ട് C ടു ഹാൻഡ് ഷേക്ക് സിഗ്നൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഹാൻഡ് ഷേക്കിംഗ് സിഗ്നലായിട്ടാണ്, ഹാൻഡ് ഷേക്കിംഗ് മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. മോഡ് 1 എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഷേക്കിംഗ് മോഡാണ്. അപ്പോൾ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽ ഏതായിട്ട് യൂസ് ചെയ്യും? പോർട്ട് സിക്കകത്ത് യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ പോർട്ട് എയും പോർട്ട് ബിയും ഇൻപുട്ടായിട്ടോ ഔട്ട്പുട്ടായിട്ടോ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. ഇൻപുട്ടും ഔട്ട്പുട്ടായിട്ട് കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് പോർട്ട് എക്കുള്ള ഹാൻഡ് ഷേക്കിംഗ് സിഗ്നലിലൂടെ 3 യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പോർട്ടിന് 3 യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പോർട്ട് എക്ക് വേണ്ടിയും 3 പോർട്ട് ബിക്ക് വേണ്ടിയും യൂസ് ചെയ്യും. ഏത്? പോർട്ട് സിയിലുള്ള സിഗ്നൽ. പോർട്ട് എയും പോർട്ട് ബിയും എന്തായിട്ട് യൂസ് ചെയ്യും? IO ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യും ഹാൻഡ് ഷേക്കിംഗ് മോഡൽ. അതിൻ്റെ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നലായിട്ട് നമ്മൾ പോർട്ട് സിയിലെ പിൻസ് നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. മനസ്സിലായോ? പോർട്ട് സിയിൽ നമുക്ക് 3 പിന്നേ യൂസ് ചെയ്യുള്ളൂ. ഒരു പോർട്ടിന് വേണ്ടി 3 പിൻ, അടുത്ത പോർട്ടിന് വേണ്ടി പോർട്ട് ഐക്ക് വേണ്ടി 3 പിന്നും പോർട്ട് ബിക്ക് വേണ്ടി 3 പിന്നും, അങ്ങനെ 6 പിൻ കഴിച്ച് പോർട്ട് സിയിലെ 2 പിന്ന് നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം? സിമ്പിൾ IO ട്രാൻസ്ഫറിന് വേണ്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി മോഡ് 1-നകത്ത് തന്നെ നമ്മൾ 2 പോർട്ടും ഇൻപുട്ട് പോർട്ടായിട്ട് കോൺഫിഗർ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ സിഗ്നലുണ്ട്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. നമുക്ക് അതിനകത്ത് 3 എന്ത് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്? ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രോബ്, സെക്കൻഡ് വൺ ഈസ് IBF ആൻഡ് INTR. മനസ്സിലായോ? അപ്പോൾ സ്ട്രോബ്, IBF ആൻഡ് INTR. സ്ട്രോബ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പിന്നെ ആക്റ്റീവ് ലോ സിഗ്നൽ. ആക്റ്റീവ് ലോ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അത് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പം ദിസ് സിഗ്നൽ, അപ്പോൾ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഇൻപുട്ട് നമ്മൾ എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്യുക ചെയ്തത്. അപ്പം പോർട്ട് എയിൽ നമുക്ക് കണക്ട് ചെയ്യാം, പോർട്ട് ബിയും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നു? ഇൻപുട്ട് പോർട്ടായിട്ട് യൂസ് ചെയ്യുന്നു. അപ്പം പോർട്ട് C4-ലെ പിന്നെ സ്ട്രോബായിട്ടും PC5 IBF എന്ന് പറഞ്ഞ പിന്നായിട്ടും PC3 ഇൻട്രപ്റ്റായിട്ടും യൂസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഈ ഒരു പാട്ട്, ആദ്യത്തെ ഒരു പാട്ട് മാത്രം, പോർട്ട് എ മാത്രം നോക്കാം. അപ്പോൾ സ്ട്രോബും IBF ഇൻട്രപ്റ്റ് എന്താ നോക്കാം നമുക്ക്. അപ്പം this signal is an active low signal is generated by the peripheral device to indicate that it has transmitted a byte of data.
8255 in response to a stop low generates an IBF and INTR. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഡിവൈസ് എന്താ ചെയ്യുക, എക്സ്റ്റേണൽ ഡിവൈസ് എന്താ ചെയ്യുക, ഡാറ്റ ഈ ഇൻപുട്ട് പോർട്ടിനകത്തേക്ക് പ്ലേസ് ചെയ്യും. പ്ലേസ് ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സിഗ്നൽ എന്താക്കി മാറ്റും, ഒരു ആക്റ്റീവ് ലോ ആക്കി മാറ്റും. കണ്ടില്ല, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടൊക്കെയാണ് വരുന്നത്. ഡിവൈസ് 8255 ഇനിഷ്യേറ്റ് ചെയ്യുക. അപ്പം സ്റ്റോപ്പ് ലോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആർക്ക് എന്ത് മനസ്സിലാവും, പോർട്ടേക്ക് എന്ത് മനസ്സിലാവും, പോർട്ടേക്ക് മനസ്സിലാവും, 8255 എന്ത് മനസ്സിലാവും, അത് ഒരു ഡാറ്റ പോർട്ട് എ വഴി സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് എന്ത് ചെയ്യും, IBF എന്ന് പറഞ്ഞ സിഗ്നൽ എന്ത് ചെയ്യും, ഹൈ ആക്കും. ഇവിടെ പറയുന്നത് ദിസ് സിഗ്നൽ ഈസ് അക്നോളജ്മെൻറ്റ് ബൈ ദി 8255 ടു ദി ഇൻഡിക്കേറ്റ് ദി ഇൻപുട്ട് ലാച്ച് റിസീവ്ഡ് ബൈ എ ഡാറ്റ. അപ്പോൾ 8255 പ്രോപ്പറായിട്ട് ഒരു ഡാറ്റ റിസീവ് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, IBF എന്ന് പറഞ്ഞ സിഗ്നൽ എങ്ങോട്ടേക്ക് ഒരു അക്നോളജ് സിഗ്നലായിട്ട് ഡിവൈസിനകത്തേക്ക് സെൻഡ് ചെയ്യും. മനസ്സിലായോ? അപ്പം IBFും സ്റ്റോപ്പും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, 8085 ഇത് ആക്ച്വലി ഇത് ആരാണ് റിസീവ് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ സാക്ഷാൽ 8085 എന്ന് തന്നെ പ്രോസസ്സർ ഉണ്ടാകും. 8085 ഇതാണ് ആക്ച്വലി റിസീവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 8085 വേറെ എന്തൊക്കെയോ ഓപ്പറേഷന് വേണ്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ 8085 എന്ത് ചെയ്യും, ഈ INTR വഴി എന്ത് ചെയ്യും, ഇതിനെ ഇൻട്രപ്റ്റ് ചെയ്യും. മനസ്സിലായോ? അപ്പം സ്റ്റോബും IBFും കിട്ടിക്കഴിഞ്ഞാൽ, IBFും കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ 8255 എന്ത് ചെയ്യും, ഒരു ഇൻട്രപ്റ്റ് എന്നാണ് സാധനം ജനറേറ്റ് ചെയ്യും. അത് 8085 ഇൻട്രപ്റ്റ് ചെയ്യും. ഇൻട്രപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈസ് എന്ത് ചെയ്യും, ഈ ഇവിടെ ഇൻപുട്ട് ലാച്ചിലുണ്ടായിരുന്ന ഡാറ്റ എന്ത് ചെയ്യും, ഡാറ്റാ ബസ് വഴി എന്ത് ചെയ്യും, റീഡ് ചെയ്തെടുക്കും, ഏതെങ്കിലും രജിസ്റ്ററിനകത്ത് കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പോൾ ഒരു ഡാറ്റ റിസീവ് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായില്ലേ? ആദ്യം ഡിവൈസ്, എക്സ്റ്റേണൽ ഡിവൈസ് എന്ത് ചെയ്യും, ഡാറ്റാ ബസ്സിനകത്തേക്ക് പ്ലേസ് ചെയ്യും. ദെൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞ ഒരു ആക്റ്റീവ് ലോ സിഗ്നൽ കൊടുക്കും. സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ 8255 എന്ത് ചെയ്യും, ഇൻ റെസ്പോൺസ് ടു ദി സ്റ്റോപ്പ് it send an acknowledge signal, IBF as a active high signal. ഒരു ആക്റ്റീവ് ഹൈ സിഗ്നലായിട്ട് എന്ത് ചെയ്യും, അത് സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് ഹൈ സിഗ്നൽ അല്ല അത് ആക്ച്വലി. ഓക്കെ, IBF എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലോ ഹൈ സിഗ്നലാണ് ആക്ച്വലി. ആക്റ്റീവ് ഹൈ സിഗ്നൽ സെൻഡ് ചെയ്യും. IBFും സ്റ്റോപ്പും ഹൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, INTR എന്ന് പറഞ്ഞ ഒരു സിഗ്നൽ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. INTR എന്ന് പറഞ്ഞാൽ ഇൻട്രപ്റ്റ് സിഗ്നൽ. ഇവിടെ ആക്ച്വലി ഇത് കാണിച്ചിട്ടുണ്ട്, കണ്ടല്ലേ? ഫസ്റ്റ് ഡിവൈസ് എന്ത് ചെയ്യും, സ്റ്റോപ്പ് എന്ത് ചെയ്യും, ലോ ആക്കും. സ്റ്റോപ്പ് ലോ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഹൈ ആക്കുക ചെയ്യാം. സ്റ്റോപ്പ് ലോ ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, 8085 മനസ്സിലാവും ഒരു ഡാറ്റ അതിൻ്റെ ഇൻപുട്ട് പോർട്ടലുണ്ടെന്ന്. അത് ഉടനെ തന്നെ റിസീവ് ചെയ്യും. റിസീവ് ചെയ്ത് ഉടനെ തന്നെ എന്ത് ചെയ്യും, IBF തന്നെ പിന്നെ ഹൈ ആക്കി വയ്ക്കും. മനസ്സിലായോ? അപ്പോൾ IBF ആർക്ക് കിട്ടും, ഡിവൈസിന് കിട്ടും. ആ ഡിവൈസ് എന്തിനു മനസ്സിലാവും, അത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ IBFും സ്റ്റോപ്പും ഹൈ ആയ സമയത്ത് എന്തും കൂടെ ഹൈ ആക്കും, INTRും കൂടെ ഹൈ ആക്കും. അപ്പോൾ ഇത് മൂന്നും കൂടെ ഹൈ ആകുന്ന സമയത്ത് എന്ത് ജനറേറ്റ് ചെയ്യും, ഒരു ഇൻട്രപ്റ്റ് ജനറേറ്റ് ചെയ്യും. ആ ഇൻട്രപ്റ്റ് എന്താ ചെയ്യുക, 8085 ഇൻട്രപ്റ്റ് ചെയ്യും. 8085 എന്ത് ചെയ്യും, ഡാറ്റാ ബസ് വഴി ഡാറ്റ റീഡ് ചെയ്തെടുക്കും. റീഡ് ചെയ്യുന്ന സമയം ഇതായിരിക്കും. ഈ ടൈമിലാണ് റീഡ് ലോ വരുന്നത്. ആ സമയത്ത് ഡാറ്റ റീഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ആക്ച്വലി അതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഈ ഔട്ട്പുട്ട് സിഗ്നൽ ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ഔട്ട്പുട്ട് സിഗ്നലാണെങ്കിൽ ഡാറ്റ ഇങ്ങോട്ടേക്കല്ലേ പോവുക. അപ്പോൾ നമ്മളെ ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽസ് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. OBF ബാർ അക്നോളജ് INTR എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. മനസ്സിലായല്ലേ? ഇതിൻ്റെ സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ് എന്ത് ഇവിടെ വരുന്നത് കേട്ടോ. പോർട്ട് ബിക്കകത്ത് വരുന്നതും പോർട്ട് എക്കകത്തേക്ക് വരുന്നതും 3 പിന്ന് പോർട്ട് എക്ക് വേണ്ടിയിട്ടും 3 പിന്ന് പോർട്ട് എക്ക് വേണ്ടിയിട്ടും 3 പിന്ന് പോർട്ട് ബിക്ക് വേണ്ടിയും യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായല്ലേ? ഇനി എന്തൊക്കെയാണ് കൺട്രോൾ സിഗ്നൽ നോക്കാം നമുക്ക്. OBF തന്നെ ഔട്ട്പുട്ട് ബഫർ ഫുൾ ഇതാണ്. അപ്പോൾ 8085 ഒരു ഡാറ്റ എക്സ്റ്റേണൽ വേൾഡിലേക്ക് ഔട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം 8255 എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. 8255 ബഫർ ഫുള്ളായി കഴിഞ്ഞാൽ, അതായത് ഒരു ഡാറ്റ റിസീവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ OBF തന്നെ എന്ത് ചെയ്യും, സിഗ്നൽ സെൻഡ് ചെയ്യും. OBF ആരാ റിസീവ് ചെയ്യുക, എക്സ്റ്റേണൽ ഡിവൈസാണ് റിസീവ് ചെയ്യുക. എക്സ്റ്റേണൽ ഡിവൈസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, അതിനെന്ത് മനസ്സിലാവും, ഒരു ഡാറ്റ 8255 അടുത്ത് റെഡി ആയി നിൽക്കുന്നുണ്ട്. അത് പോർട്ട് വഴി എന്ത് ചെയ്യും, അത് ഈ പോർട്ട് വഴി എന്ത് ചെയ്യും, പോർട്ട് എ വഴിയോ പോർട്ട് ബി വഴിയോ എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. അപ്പോൾ OBF കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോർട്ട് എ വഴി റിസീവ് ചെയ്യും. റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിവൈസ് എന്ത് ചെയ്യും, ഒരു അക്നോളജ് എന്ന് പറഞ്ഞ സിഗ്നൽ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യും. അക്നോളജ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 8255 എന്ത് മനസ്സിലാവും, ഈ ഇപ്പം സെൻഡ് ചെയ്ത ഡാറ്റ പ്രോപ്പറായിട്ട് അവിടെ റിസീവ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവും.
നെക്സ്റ്റ് ഡാറ്റ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എഗെയിൻ ഇവിടെ ഒരു ഇൻറ്ററപ്റ്റ് ജനറേറ്റ് ചെയ്യും. ആ ഇൻറ്ററപ്റ്റ് ആരെയും ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത് 8085 ഇൻറ്ററപ്റ്റ് ചെയ്യുന്നത്. 8085 നെക്സ്റ്റ് ഡാറ്റ എവിടെ പ്ലേസ് ചെയ്യും, ഇതിൻ്റെ ഡാറ്റ ബസ്സിനകത്തേക്ക് പ്ലേസ് ചെയ്യും. 8255 അത് റീഡ് ചെയ്യും, റീഡ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ബഫറിനകത്തേക്ക് സെൻഡ് ചെയ്യും. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഫസ്റ്റിലൊരു ഡാറ്റ എന്ത് ചെയ്യും, ഡാറ്റ ബസ്സിനകത്തേക്ക് പ്ലേസ് ചെയ്യും, റൈറ്റ് ചെയ്യും. റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് ഡാറ്റ ബസ്സിനകത്തേക്ക് വന്നു, OBF തന്നെ സാധനം എന്തായിരിക്കും, ലോ ആയി മാറി, ആക്റ്റീവ് ലോ ആയിട്ട് മാറി. ലോ ആക്കി ജസ്റ്റ് ഹൈ ആക്കുക ചെയ്യാം. OBF ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഡിവൈസ് എന്ത് ചെയ്യും, അക്നോളജി എന്ന് പറഞ്ഞാൽ പിന്നെ ലോ ആക്കി ജസ്റ്റ് ഹൈ ആക്കും. അപ്പോൾ OBFും പിന്നെ അക്നോളജിയും ഹൈ ആകുമ്പം ആര് ജനറേറ്റ് ചെയ്യും, ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞ സാധനം ജനറേറ്റ് ചെയ്യും. അത് അടുത്ത ഡാറ്റ സെൻഡ് ചെയ്യാനുള്ളതായിട്ട്. ഇതാണ് മോഡ് 1 ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഈ മോഡ് 1 കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവിടെ തീർച്ചയായിട്ടും 1 ആയിരിക്കണം, അടുത്ത രണ്ടും 0-1 ആയിരിക്കണം. പിന്നെ പോർട്ട് A എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഔട്ട്പുട്ട് പോർട്ടാണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, 0 ആയിരിക്കണം. പോർട്ട് B ഇതിന് സിഗ്നിഫിക്കൻസ് ഇല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ D3യുടെ വാല്യൂ എന്തായിരിക്കും, D2 എന്തായിരിക്കണം, പോർട്ട് B ആണ്. പോർട്ട് B ഇവിടെ ഔട്ട്പുട്ട് ഔട്ട്പുട്ട് ആണെന്നുണ്ടെങ്കിൽ 0യും ഇൻപുട്ട് ആണെങ്കിൽ 1 ആയിരിക്കും. പോർട്ട് B മോഡ് എന്തായിരിക്കണം, 1 ആയിരിക്കണം. പിന്നെ പോർട്ട് C അപ്പറിന് ഇവിടെ എന്തില്ല, ഇമ്പോർട്ടൻസ് ഇല്ല. ഈ മോഡ് 2 ബൈഡയറക്ഷണൽ മോഡ് എന്ന് പറഞ്ഞാൽ, ഈ ബൈഡയറക്ഷണൽ മോഡിനകത്ത് സെയിം ഹാൻഡ് ഷേക്കിംഗ് സിഗ്നൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പോർട്ട് Aക്ക് മാത്രം ആണ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ, കണ്ടില്ല. പോർട്ട് A ബൈഡയറക്ഷണൽ ഡാറ്റയായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഏതൊക്കെ സിഗ്നൽ ഉണ്ടാവും, 6 സിഗ്നൽ ഉണ്ടാവും, 5 സിഗ്നൽ ഉണ്ടാവും. INTR, OBF, അക്നോളജ്, സ്ട്രോബ് ആൻഡ് IBF. അപ്പം ഇൻപുട്ടായിട്ടാണ് വരുന്നതെങ്കിൽ ഏതൊക്കെ സിഗ്നലായിട്ടാണ് യൂസ് ചെയ്യുക, ബൈഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ 2 ഡയറക്ഷനിലേക്കും ഇല്ലേ. ഇൻപുട്ടായിട്ട് വരുന്നതെങ്കിൽ ഡാറ്റ റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോബും IBFും യൂസ് ചെയ്യും. അതല്ല ഔട്ട്പുട്ട് ആണെങ്കിൽ OBFും അക്നോളജിയും യൂസ് ചെയ്യും. എന്നിട്ട് ഇൻറ്ററപ്റ്റ് നമ്മൾ സെയിം ഇൻറ്ററപ്റ്റ് തന്നെയായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ പോർട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും സിഗ്നൽസ് എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പോർട്ട് B എന്തായിരിക്കും, പോർട്ട് B നമുക്ക് മോഡ് 0 മോഡ് 1 യൂസ് ചെയ്യാം. ബാക്കിയുള്ള PC2 to PC0 മോഡ് 1 ഇതിലെന്ത് ചെയ്താൽ മതി, ഹാൻഡ് ഷേക്കിംഗ് സിഗ്നലായിട്ട് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് സിമ്പിൾ IO ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഗോയങ്കര ടെസ്റ്റിനകത്ത് ഇത് വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും.